വീടെത്താറായിരുന്നു. പള്ളി കഴിഞ്ഞിട്ട് വരിക. വീട്ടിൽ കയറി കഴിഞ്ഞാൽ റീൽസാണെന്ന് പറഞ്ഞിട്ട് എന്നെ ആണെങ്കിൽ ഓടിച്ചു വിടും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഈ 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ പറയാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും ഓരോ ഹാബിച്വൽ പാറ്റേൺസ് ഉണ്ട്. ആ ഹാബിച്വൽ പാറ്റേൺസാണ് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ മാറിപ്പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ രാവിലെ 5 മണിക്ക് എണീക്കും, പിന്നെ പ്രാർത്ഥിക്കും, നടക്കാൻ പോവും, 6:30 കുർബാനയ്ക്ക് പോകും. ഇതിപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ആക്ടിവിറ്റിയായി മാറിക്കഴിഞ്ഞു. പിന്നെ അതായത് ഈ വെയിറ്റ് ലോസിൻ്റെ ജേർണിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തുടങ്ങിയത് തന്നെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുവാണ് എന്നെക്കൊണ്ട് ഈ വെയിറ്റ് ലോസ് ജേർണി പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു മിത്താണ്. എനിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലറിയാലോ 6 പിള്ളേരുള്ള ഒരു കുടുംബത്തിൽ എന്തുമാത്രം സ്ട്രഗിൾസും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം അത് എനിക്കിപ്പം ഇത്രയും വെച്ചിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലേക്ക് ഒരു തോട്ടുണ്ട്, എനിക്കിത് ചെയ്യണമെന്ന് തോട്ടുണ്ടെങ്കിൽ ഇന്ന് എങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് തുടങ്ങുക. അപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, എൻ്റെ ഇപ്പോൾ ഹാബിറ്റ്സിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ലഞ്ചും എൻ്റെ ഡിന്നറും നോർമലായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അതിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. പിന്നെ രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഞാൻ ഒന്നും കഴിക്കത്തില്ല, വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. പിന്നെ നടക്കുന്നു. അപ്പം ഇത്രയും ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു, ഫ്രൈഡ് ഐറ്റംസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഇപ്പോൾ ഡെയിലി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കും ആർക്കെങ്കിലും ഞാൻ ഈ വീഡിയോ എന്തിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഇതൊരു കണ്ടിട്ട് എന്തെങ്കിലും ഒരു സ്പാർക്ക് തോന്നി ഇന്നെങ്കിലും ഇത് ഞാൻ തുടങ്ങാം എന്നുള്ളൊരു ഇൻസ്പിറേഷന് വേണ്ടി മാത്രമേ ഞാൻ ഇത് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ.